അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ സമൂഹം വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ഇന്ന്. എവിടെ എങ്ങനെയെങ്കിലും ഒരാളുടെ കുറ്റം കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. അങ്ങനെ ആ കുറ്റം കിട്ടിയാൽ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. നമ്മുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളിലൂടെ എന്തെങ്കിലും ഒരാളെ കുറ്റപ്പെടുത്തുന്ന ഒരു വാർത്ത കണ്ടാൽ, അതല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളെ പറ്റി എന്തെങ്കിലും കുറ്റം പറയുന്നതായിട്ട് കേട്ടാൽ അതിനെ പെട്ടെന്ന് എല്ലാവരിലേക്കും ഫോർവേഡ് ചെയ്യുക, അതിനെ പ്രചരിപ്പിക്കുക, അതിനെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു ദൗത്യം നിർവഹിക്കാൻ എല്ലാവരും റെഡിയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ കൂടുതലും നാം കാണുന്നത്, ഇന്ന് നമ്മുടെ ഫേസ്ബുക്കും അല്ലെങ്കിൽ വാട്സപ്പും തുറന്നു നോക്കിയാൽ അല്ലെങ്കിൽ യൂട്യൂബ് ഒന്ന് എടുത്ത് നോക്കിയാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ, ചീത്ത പറയൽ, തമാശയാക്കൽ, ഗീബത്ത് പറയൽ. ആരെയാണ്? വലിയ വലിയ പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ. നാം ഒന്ന് ആലോചിക്കണ്ടേ? വലിയ വലിയ ആലിമീങ്ങളെ കുറ്റപ്പെടുത്തുക, അവരെ മാംസങ്ങളിങ്ങനെ തിന്നുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ പ്രഗത്ഭരായ സയ്യിദന്മാർ, അവരെ തരം താഴ്ത്തുക, അവരെ എങ്ങനെയെങ്കിലും കൊച്ചായി കാണുക. ഈ നിലയ്ക്ക് നാം എന്തിന്, എവിടെ, എന്ത് പറയുന്നു എന്നുള്ളത് പലപ്പോഴും നമുക്ക് തന്നെ അറിയുന്നില്ല. ആരോടാണ് ഇത് നാം സംസാരിക്കുന്ന? ആരെ പറ്റിയാണ്? സുബ്ഹാനല്ലാഹ്, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ, അല്ലാഹു തആല അവർക്കൊക്കെയും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ ഇടയിൽ എന്തെങ്കിലും തർക്കങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് അവർ തന്നെ തീർത്തോട്ടെ എന്നല്ലാതെ ജാഹിലീങ്ങളായ, വിവരം കുറഞ്ഞ നാം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നാം തമാശയാക്കുകയാണ്, അവരെ കളിയാക്കുകയാണ്. അവർക്ക് ഇന്നാലിന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള യോഗ്യതയുണ്ടോ എന്ന് നാം ചോദ്യം ചെയ്യുകയാണ്. നാമാണ് അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തിക്കുകയും അവരുടെ വിഷയങ്ങൾ ചോദ്യം ചെയ്യുകയും ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം ചിന്തിക്കേണ്ടത് നാം ആര് എന്ന് ചിന്തിക്കണം. ഞാൻ എവിടെയുള്ളത്? എൻ്റെ കുറവ് തന്നെ എത്രമാത്രം കുറവുകളുണ്ട്. നാം നമ്മുടെ സ്വന്തം ശരീരത്തിലൊന്ന് നോക്കി അതിനൊന്ന് വിലയിരുത്തി ആ ശരീരത്തിനൊന്ന് നന്നാക്കുക, എൻ്റെ പ്രവർത്തനം നന്നാക്കുക. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ, അവർ വലിയ ആലിമീങ്ങളാണ്, അവർ വലിയ സയ്യിദന്മാരാണ്, സാദാത്യങ്ങളാണ്. അവരുടെ എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അതിനെങ്ങനെ ഊതിക്കൊണ്ടേയിരിക്കുക, അതിനെങ്ങനെ പ്രചരിപ്പിക്കുക, അതിനെല്ലാവരിലേക്ക് എത്തിക്കുക. സുബ്ഹാനല്ലാഹ്, ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ, ആ വീഡിയോയിലൂടെ ഒരാളെ കുറ്റം പറയുന്ന ഒരു വീഡിയോ കണ്ടാൽ അതിൻ്റെ പ്രധാനപ്പെട്ടൊരു ഭാഗം കട്ട് ചെയ്ത് അതിനെ എല്ലാവരിലേക്കും എത്തിക്കുക. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ നേരിട്ട് പറയുക എന്നുള്ളത് മാത്രമല്ല. അപ്പോൾ ഗീബത്ത് പറയുമ്പോൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൂടെ നാം ചെയ്യുന്നത് ഗീബത്ത്, നാം പലപ്പോഴും പല ഭാഗത്തുനിന്നും പല ആലിമീങ്ങളും ഗീബത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ആലിമീങ്ങളാകുമ്പോൾ നാം സൂക്ഷിക്കണ്ടേ? സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളല്ലേ? അവരൊക്കെയും ദീനിന് വേണ്ടി എത്ര പ്രവർത്തിക്കുകയാണ്, എന്തൊക്കെ ചെയ്യുകയാണ്. ലാ തഗ്തബന്ന അഹദൻ ഫളൻ അനിൽ ഉലമ വലോ ബിസഹവിൻ ലിമാ ഫീ ലഹ്മിഹിം ദുഫു. അല്ലേ? ആരെയും ഗീബത്ത് പറഞ്ഞുകൂടാ, ഒരൊറ്റൊരാളെയും ഗീബത്ത് പറയാൻ പാടില്ല. അതേസമയത്ത് പണ്ഡിതന്മാരെ പ്രത്യേകിച്ചും, യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ ളന്നി ഇന്ന ബഅദൽ ളന്നി ഇസ്മുൻ വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുകും ബഅദാ. ശുദ്ധ ഖുർആൻ ചോദിച്ചത് അങ്ങനല്ലേ? അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈത ഫകരിഹ്തുമൂഹു. നിങ്ങളെ സഹോദരന്റെ ഇറച്ചി തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? നിങ്ങൾക്കത് വെറുപ്പുള്ള കാര്യമല്ലേ? മറ്റുള്ളവന്റെ മാംസം തിന്നുക. നിങ്ങൾ ഒരാളെയും കുത്തി നോക്കണ്ട. നിങ്ങൾ ഒരാളെയും അവരെ ഇങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട്
ഒരാളുടെ കാര്യത്തിലും നിങ്ങൾ അഭിപ്രായം പറയാൻ പോകണ്ട. നിങ്ങൾ വിചാരിക്കുന്നത് കൂടുതലും ഇസ്മായിരിക്കാം, കുറ്റമായിരിക്കാം. അത് ആകുന്ന നിലക്ക് നമുക്കൊന്നും അറിയില്ല, ഞാനൊരു ജാഹിലാണ്, എനിക്ക് എൻ്റെ കാര്യം തന്നെ ധാരാളം നോക്കാനില്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് സ്വന്തം കാര്യം ചിന്തിക്കുന്നതിന് പകരം ഇതിങ്ങനെ സുന്നത്തി ജമാഅത്തിൻ്റെ ആലിമീങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ വലിയ വലിയ സയ്യിദന്മാർക്കിടയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും തർക്കം മറ്റും വന്നു പോയാൽ അതിൽ നാം ഇങ്ങനെ പൊട്ടി ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഈമാനുള്ള വ്യക്തിക്ക് യോജിച്ചതല്ല. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഇദാ അറത്ത അൻ തദ്കുറ ഉയൂബ സ്വാഹിബിക ഫദ്കുറ ഉയൂബക. നിനക്ക് മറ്റൊരാളുടെ ഒരു കുറവ് കാണുമ്പോൾ നീ നിന്റെ സ്വന്തം കുറവ് നോക്കണം. എത്ര കുറവുകൾ എനിക്കുണ്ട് എന്ന് ചിന്തിക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് ഒരാളെയും ഗീബത്ത് പറയരുത്, ഒരാളെയും നമീമത്ത് പറയരുത്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എൻ്റെ ശബ്ദം കേൾക്കുന്നവരെ, നാം ഒന്ന് ആലോചിച്ചുകൊണ്ട് നാം വെറുതെ ഒരുപാട് ആലിമീങ്ങളെ കുറ്റം പറഞ്ഞ് ഒരുപാട് സയ്യിദന്മാരെ തരം താഴ്ത്തി സുബ്ഹാനല്ലാഹ് ഇങ്ങനെ ജീവിച്ചാൽ ഒരുപക്ഷെ ജീവിതത്തിൽ അവരെ നേരിട്ട് കണ്ടവരായിരിക്കൂല ഈ ഗീബത്തൊക്കെയും കേൾക്കുന്നത്. അവരോട് ഇനി പൊരുത്തപ്പെടിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? അതൊന്ന് ചിന്തിച്ചുകൂടെ? നാം അത്രയും തർക്ക വിഷയത്തിൽ ഇടപെടേണ്ട ആവശ്യമുണ്ടോ? അതുമായി ബന്ധപ്പെട്ട അറിവുള്ളവർ അത് അവർ വേണ്ട പോലെ കൈകാര്യം ചെയ്യുമെന്നല്ലാതെ എനിക്കെന്തിന് അത്രയും കാര്യത്തിൽ ഇടപെടുക എന്നുള്ളത്? ഞാൻ ഇങ്ങനെ ജീവിച്ച് അള്ളാഹുവിൻ്റെ ദീനിയായ നിലയ്ക്ക് ജീവിച്ച് അവരൊക്കെയും ബഹുമാനിച്ച് സുന്നത്തി ജമാഅത്തിൻ്റെ ആലിമീങ്ങളാണെന്നുള്ള നിലയ്ക്ക് എല്ലാവരെയും ഒരുപോലെ ബഹുമാനിച്ച് എല്ലാ സയ്യിദന്മാരെയും ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരാണ് എന്ന നിലയ്ക്ക് എല്ലാ തങ്ങന്മാരെയും ബഹുമാനിച്ച് വളരെ നല്ല നിലയ്ക്ക് ജീവിക്കുക എന്നുള്ളതല്ലാതെ അവരൊക്കെ കുറ്റം പറഞ്ഞ് ഒരുപക്ഷെ അവരോട് പൊരുത്തപ്പെടിക്കാനുള്ള അവസരം കിട്ടിയില്ലെങ്കിൽ ഞാൻ മരിച്ചുപോയാൽ സുബ്ഹാനല്ലാഹ് എൻ്റെ ഒക്കെ അവസ്ഥ എന്താണ്? ഈ ഒരു കാരണം കൊണ്ട് തന്നെ എൻ്റെ അമലുകളൊക്കെയും ബാത്തിലായി പോവുകയില്ലേ? അതല്ലേ ആഖിറത്തിൽ ഒരു കൂട്ടർ വരും. എന്താണ്? അവരിങ്ങനെ ധാരാളം ഹസനത്തുമായിട്ടാണ് വരുന്നത്. അവരുടെ മനസ്സിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന നിലയ്ക്ക് ഒരു കൂട്ടർ വരും. ഫയഖൂലു ഐന സ്വലാത്തി വസിയാമി വതആത്തി. വന്നിട്ട് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് കിതാബിൽ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. നല്ല നോമ്പെടുത്ത മനുഷ്യനാണ്, നല്ല ഹദ്ദാദ് ചൊല്ലിയ മനുഷ്യനാണ്, നല്ല നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ച മനുഷ്യനാണ്, ധാരാളം സ്റ്റേജിൽ പ്രസംഗിച്ചിട്ടുണ്ട്, ധാരാളം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ധാരാളം നന്മകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവസാനം വന്ന് നോക്കുമ്പോൾ ഐന സ്വലാത്തി, എൻ്റെ നിസ്കാരം എവിടെ? ഒസിയാമി, എൻ്റെ നോമ്പ് എവിടെ? ഒത്വാത്തി, ഞാൻ ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്തല്ലോ, അതൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഫയുഖാലു ദഹബ അമലുക കുല്ലുഹു ബിഗ്തിയാബിക്കന്നാസ്. നിന്റെ അമല്, നീ ഇന്നാലിന്ന വ്യക്തിയെ ഗീബത്ത് പറഞ്ഞില്ലേ, നീ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയില്ലേ, അദ്ദേഹത്തിനെതിരെ നീ സംസാരിച്ചില്ലേ, അദ്ദേഹത്തിൻ്റെ ഗീബത്തിനെ നീ പ്രചരിപ്പിച്ചില്ലേ, മറ്റുള്ളവരെ കൊണ്ട് നീ ഗീബത്ത് പറയിപ്പിച്ചില്ലേ, അതൊക്കെ അവരിലേക്ക് പോയി. നിന്റെ കയ്യിലൊന്നുമില്ല. ഈ നിലയ്ക്ക് ആഖിറത്തിൽ നമ്മുടെ കൈ മലർത്തേണ്ടി വന്നുപോയാൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? ദുനിയാവ് എന്നുള്ളത് താൽക്കാലിക ഒരു ജീവിതം മാത്രമല്ലേ? ആഖിറം ഒരു ചെറിയൊരു നിലക്കെങ്കിലും നാം ചിന്തിക്കണ്ടേ? ഞാൻ ഇത് പറയുന്നത് ഞാനടക്കമുള്ള എല്ലാവരോടും ഒന്ന് ചിന്തിക്കാൻ വേണ്ടി. പരമാവധി എല്ലാവരെയും ഇൽമുള്ള ആലിമീങ്ങളൊക്കെ ധാരാളം ബഹുമാനിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അവരുടെ ആയുസ്സിനും അവരുടെ ആഫിയത്തിനും വേണ്ടി ദുആ ചെയ്യുക. കാരണം സുന്നത്തി ജമാഅത്തിൻ്റെ ആലിമീങ്ങൾ ഇവിടെ സമൂഹത്തിന് ആവശ്യമാണ്. സയ്യിദന്മാർക്ക് വേണ്ടി ദുആ ചെയ്യുക. അതല്ലാതെ ആരെയും നമുക്ക് കുറ്റപ്പെടുത്തരുത്. ഒരൊറ്റൊരു ആലിമീനെയും കുറ്റപ്പെടുത്തരുത്, ഗീബത്ത് പറയരുത്. കടുത്ത ഹറാമല്ലേ? അത്രയും ഗീബത്തിൻ്റെ പ്രസംഗങ്ങൾ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കും മറ്റുള്ളവരിലേക്കും ഫോർവേഡ് ചെയ്യൽ അതും ഹറാമല്ലേ? മറ്റുള്ള ആലിമീങ്ങളെ പറ്റി ഗീബത്ത് എഴുതിവിടൽ കൈകൊണ്ട് ചെയ്യുന്ന ഹറാമല്ലേ? അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്ന് ഒരല്പമെങ്കിലും ചിന്തിച്ച്
ഞാനൊന്ന് നന്നാവണം, എനിക്കൊന്ന് നന്നാവണം എന്ന നിലയ്ക്ക് ചിന്തിച്ച് നല്ലവരായി ജീവിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്തിൻ്റെ എല്ലാ ആലിമീങ്ങൾക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകുമാറാവട്ടെ. സുബ്ഹാനല്ലാഹ്, അവർക്കിടയിൽ എന്തോ ചില തർക്കങ്ങൾ, അതൊക്കെയും അള്ളാഹു താല നല്ല മസ്ലഹത്താക്കി നല്ല ഐക്യത്തോടെ നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകാൻ, അതൊക്കെ കണ്ട് സന്തോഷിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. സർവ്വ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും അള്ളാഹു നല്ല ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.